നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫൂട്ടിംഗ് PCCയുടെ ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ ഫൂട്ടിങ്ങിന് താഴെ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺക്രീറ്റ് ബെഡാണ് PCC എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളൊരു PCC ബെഡ് ഫൂട്ടിങ്ങിന് താഴെ കൊടുക്കുന്നത്? എപ്പോഴും മണ്ണുമായിട്ട് നമ്മളുടെ കോൺക്രീറ്റ് RCC ചേർന്ന് പോവാതിരിക്കാൻ, അതിലേക്ക് മണ്ണ് മിക്സ് ആവാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു ലെവൽ ബെഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ PCC എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ PCC കൊടുക്കാതെ പല ആളുകളും നേരിട്ട് RCC കുറച്ച് പൊക്കി വെച്ച് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അത് നല്ലൊരു പ്രാക്ടീസ് അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ PCC ഇല്ലാത്ത ഒരു സ്ഥലത്ത് നേരിട്ട് RCC ചെയ്യുമ്പോൾ അതിനുള്ളിൽ മണ്ണ് കലരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മണ്ണിനടിയിൽ പോകുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിൽ മണ്ണ് കലർന്നു കഴിഞ്ഞാൽ ഇത് ലീക്ക് വരുവാനും അതിൻ്റെ ഉള്ളിലുള്ള റെയിൻഫോഴ്സ്മെന്റ് തുരുമ്പ് പിടിച്ചു പോകുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒന്നാമതായി കൊണ്ട് നമ്മൾ ഒരു എർത്ത് വർക്ക് കഴിഞ്ഞ സ്ഥലത്തായിരിക്കുമല്ലോ നമ്മൾ PCC ചെയ്യുക. ആ എർത്ത് വർക്ക് നമുക്ക് ആവശ്യമുള്ള ഡെപ്ത് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ റോഡ് ലെവലിൽ നിന്ന് നമ്മളുടെ ഒരു ഉയർന്ന ഹൈറ്റിലേക്ക് നമ്മൾ ഗ്രൗണ്ട് ലെവൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോർ ലെവൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫിക്സ് ചെയ്ത ഫ്ലോർ ലെവലും ഗ്രൗണ്ട് ലെവലും ഒക്കെ വെച്ച് പ്ലിന്ത് ബീം കൂടി ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൂട്ടിങ്ങും കൂടി ചെയ്യാനുള്ള ഡെപ്ത് നമ്മൾ എടുത്തിട്ടുള്ള പിറ്റുകൾക്കുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും എൻഷുർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് മിക്കതും താഴ്ത്തിയാണ് നമ്മൾ എടുക്കുക. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉയർത്തി വെക്കാറുമുണ്ട്. ചിലപ്പോൾ നല്ല ഒരു ഹാർഡ് സ്ട്രാറ്റ ടോപ്പിലുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം താഴ്ത്താറില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ പ്ലിന്ത് ബീം കൂടി ചെയ്യാനൊക്കെയുള്ള ഹൈറ്റ് ഡെപ്ത് അവിടെ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം എൻഷുർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ PCC ഇട്ട് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും. നമുക്ക് പിന്നീട് നമുക്കത് മനസ്സിലാവുകയാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പിറ്റ് ഡെപ്ത് കൂട്ടേണ്ടിയൊക്കെ വരും. അപ്പോൾ ആദ്യം പോയി കഴിഞ്ഞാൽ ഡെപ്ത് നമുക്ക് ആവശ്യമുള്ളതുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് നമ്മൾ ഭാവിയിൽ ബേസ്മെന്റ് ഫ്ലോർ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡെപ്തും നമുക്ക് ഇപ്പോൾ ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പിറ്റിലേക്ക് കിട്ടുന്നുണ്ടോ, അവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഡെപ്ത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർഡ് സ്ട്രാറ്റ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ ഈ കാണുന്ന ഈ അടുത്ത് ധാരാളം കംപ്ലൈന്റുകൾ ഹാർഡ് സ്ട്രാറ്റ അല്ലാത്തടത്ത് ഫൗണ്ടേഷൻ വെച്ചതുകൊണ്ടുണ്ടാകുന്ന ധാരാളം കംപ്ലൈന്റുകൾ ഞാൻ ഈ അടുത്ത് കേൾക്കുന്നുണ്ട്. ഒരുപാട് സൈറ്റുകൾ നമ്മൾ പോയി നോക്കുകയുണ്ടായി. അവിടെ ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 5 കൊല്ലം കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ഇത് ഓരോ ചുമരിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മറ്റു മൂലകളൊക്കെ ഇങ്ങനെ താഴുകയും അതിന്റെ ഭാഗമായിട്ട് ക്രാക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു സൊല്യൂഷൻ നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ വലിയ രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഇത് വൃത്തിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ നഷ്ടമാണ്. അപ്പൊ അത് ഏത് സന്ദർഭത്തിലാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ PCC ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന PCC ഹാർഡ് സ്ട്രാറ്റയുടെ മുകളിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒരു സ്റ്റെപ്പോ കട്ടിങ്ങോ കാര്യങ്ങളോ ഉള്ളത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ അതൊരു ഹാർഡ് സ്ട്രാറ്റയെ വരെ നമ്മുടെ എക്സ്കവേഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പല മെത്തേഡുകളുണ്ട്. അത് ഡെവലപ്പ് ചെയ്യേണ്ട മെത്തേഡുകൾ, അല്ലെങ്കിൽ താഴ്ത്തി ഇനിയും കൂടുതൽ താഴ്ത്തി എടുക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കൂടുതൽ താഴ്ത്തിയൊക്കെ എടുത്ത് അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ PCC ഇടാൻ അനുവദിക്കാൻ പാടുള്ളൂ. PCC ഇടുന്നതിന് മുമ്പ് നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ PCC നമ്മുടെ കറക്റ്റ് ഓറിയന്റേഷൻ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള സൈസ് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സൈസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. കൂടുതൽ സൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമല്ല. ഒരു കറക്റ്റ് പിറ്റ് എടുത്ത സൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ഗ്രിഡ് ലൈൻ അടിച്ച് സൈസസ് നോക്കി നമ്മുടെ ഓറിയന്റേഷൻ അനുസരിച്ച് ഫൂട്ടിങ്ങിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഫൂട്ടിങ് അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം മാത്രമേ നമ്മൾ PCCയിലേക്ക് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇരട്ടിപ്പണികൾ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ PCC ചെയ്യാൻ മുന്നോട്ട് പോകാം. അങ്ങനെ PCC ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഒരു മിക്സ് റേഷ്യോ മിനിമം 1:4:8 എങ്കിലും വേണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കാൻ പോകുന്ന ലോഡ് അത് ബെയർ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ആ PCCക്ക് ഉണ്ടാവണം. അപ്പോൾ വളരെ മോശം ഒരു PCC അല്ല ചെയ്യേണ്ടത്. വളരെ ഒരു നീറ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന ഈ ഒരു 1:4:8 എന്ന് പറയുന്ന ഒരു മിക്സ് റേഷ്യോയിലുള്ള ഒരു PCC നമ്മൾ അവിടെ ചെയ്യണം. അവസാനമായിട്ട് നമ്മൾ PCC ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ്. വളരെ നീറ്റായിട്ട് നല്ല എല്ലാ സ്ഥലത്തും ഒരുപോലെ നിൽക്കുന്ന ഒരു ലെവലിംഗ് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വളരെ കറക്റ്റ് ലെവലാണെങ്കിലാണ് വളരെ ഈക്വലായിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ PCCയിലാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ PCC അത് വളരെ കൃത്യമായിട്ട് ലെവൽ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ.